ദശകം 61 വിപ്രപജ്ഞനുഗ്രഹം. തതശ്ച വൃന്ദാവനദോദിദൂരദോ വനം ഗതസ്ത്വം ഖലു ഗോപഗോകുലൈഃ ഹൃദന്തരേ ഭക്തതരദ്വിജാംഗനാ കദംബകാനുഗ്രഹണാഗ്രഹം വഹൻ. തദനന്തരം മനസ്സിലതിയായ ഭക്തകളായ ബ്രാഹ്മണ ഭഗ്നിമാരുടെ സമൂഹത്തെ അനുഗ്രഹിക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടിയവനായ അങ്ങ് ഗോപന്മാരോടും പശുക്കളുടെ കൂട്ടത്തോടും കൂടി വൃന്ദാവനത്തിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു വനത്തിലേക്ക് പോയവനായി. തതോ നിരീക്ഷ്യാശരണേ വനാന്തരേ കിശോരലോകം ക്ഷുദിതം തൃഷാകുലം അദൂരദോ യജ്ഞപരാൻ ദ്വിജാൻ പ്രതി വ്യസർജയോ ദീദിവിയാചനായ താൻ. പിന്നീട് ശരണസ്ഥാനമായ വീടും മറ്റും അടുത്തില്ലാത്ത കാട്ടിനുള്ളിൽ ഗോപാലബാല സംഘത്തെ വിശപ്പോടുകൂടിയതായും ദാഹം കൊണ്ട് തളർന്നതായും കണ്ടിട്ട് അങ്ങ് അവരെ അധികം ദൂരത്തല്ലാത്തൊരു ദിക്കിൽ ശ്രദ്ധയോടെ യാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രാഹ്മണരുടെ സമീപത്തേക്കായി ചോറ് ചോദിച്ചു വാങ്ങുന്നതിനായി പറഞ്ഞയച്ചു. ഗതേഷ്വധോ തേഷ്വഭിദായതേ ഭിദാം കുമാരകേഷ്വാദനയാജിഷു പ്രഭോ ശ്രുതിസ്ഥിര അപ്യപനിന്യുരശ്രുതിം ന കിഞ്ചിദൂജുശ്ച മഹീസുരോത്തമാഃ. അല്ലയോ പ്രഭോ, അനന്തരം ചോറിനു പോയവരായ ബാലന്മാർ അങ്ങയുടെ പേർ പറഞ്ഞ് ചോറ് ചോദിച്ചപ്പോൾ ഉത്തമരാണെന്ന് അഭിമാനിക്കുന്ന ആ ബ്രാഹ്മണർ ശ്രുതിയിൽ സ്ഥിതന്മാരെങ്കിലും കേട്ടില്ലെന്ന ഭാവത്തെ അഭിനയിച്ചു. യാതൊരു മറുപടിയും പറഞ്ഞതുമില്ല. അനാദരാദ്ഘിന്നദിയോ ഹി ബാലകാഃ സമായയുർയുക്തമിദം ഹി യജ്വസു ചിരാദഭക്താഃ ഖലു തേ മഹീസുരാഃ കഥം ഹി ഭക്തം ത്വയി തൈ സമർപ്യതേ. തങ്ങളുടെ വാക്കിനെ അനാദരിക്കുക നിമിത്തം സങ്കടപ്പെട്ട മനസ്സോടുകൂടിയവരായ ബാലന്മാർ തിരിച്ചു വന്നു. യജനകർമ്മത്തിൽ ഏർപ്പെട്ടവരായ ബ്രാഹ്മണർക്ക് അത് ചേർന്നതു തന്നെ. ആ ബ്രാഹ്മണർ വളരെ കാലമായി അഭക്തരാണ്. അങ്ങനെയുള്ളവരാൽ എങ്ങനെ അങ്ങയിൽ ഭക്തത്തെ സമർപ്പിക്കപ്പെടും? ഇവിടെ ഭക്തം എന്ന പദത്തിന് ചോറെന്നാണ് അർത്ഥം. അഭക്തർ എന്നാൽ ഭക്തിയില്ലാത്തവർ. നിവേദയദ്വം ഗൃഹിണീ ജനായ മാം ദിശേയുരന്നം കരുണാകുലായിമാഃ ഇതി സ്മിതാർദ്രം ഭവതേരിതാഗതാഃ തേ ദാരഗാദാരജനം യയാജിരേ. ബ്രാഹ്മണ ഭഗ്നിമാരോട് എന്നെപ്പറ്റി അറിയിച്ചാലും കരുണാവാരിധികളായ ഇവർ ചോറ് തരും എന്നിങ്ങനെ പുഞ്ചിരിയോടും ആർദ്രഭാവത്തോടും കൂടി അങ്ങയാൽ പറയപ്പെട്ടവരായ ആ കുട്ടികൾ പോയിട്ട് ബ്രാഹ്മണരുടെ ഭഗ്നിമാരോട് അന്നം ചോദിച്ചു. ഗൃഹീതനാം നീതൊയി സംഭ്രമാകുലാഃ ചതുർവിധം ഭോജ്യരസം പ്രഗൃഹ്യതാഃ ചിരം ധൃതത്വത്പ്രവിലോകനാഗ്രഹാഃ സ്വകേർനിരുദ്ധാ അഭിതൂർണമായയുഃ. അങ്ങ് പറയപ്പെട്ട പേരോടുകൂടിയവനായപ്പോൾ തന്നെ ചിരകാലമായി അങ്ങയെ ദർശിക്കുവാൻ അതിയായ ആഗ്രഹം പൂണ്ടവരായ ആ ബ്രാഹ്മണ സ്ത്രീകൾ പരിഭ്രമത്താൽ വിവശകളായിട്ട് 4 പ്രകാരമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും പാത്രങ്ങളിലെടുത്ത് ഭർത്താവ് തുടങ്ങിയ സ്വജനങ്ങളാൽ തടയപ്പെട്ടവരായിട്ട് പോലും എത്രയും വേഗത്തിൽ അങ്ങയുടെ സമീപത്തിലേക്ക് വന്നു ചേർന്നു. വിലോലപിഞ്ചം ചികുരേ കപോലയഹോ സമുല്ലസത്കുണ്ഡലമാർദ്രമീക്ഷിതേ നിധായ ബാഹും സുഹൃദം സസീമനി സ്ഥിതം ഭവന്തം സമലോകയന്തതാഃ. തലമുടിയിൽ ആടിക്കൊണ്ടിരിക്കുന്ന മയിൽപ്പീലി ധരിച്ചവനും കവിൾത്തടങ്ങളിൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന കർണാഭരണങ്ങളുള്ളവനും കണ്ണുകളിൽ സ്നേഹാർദ്രഭാവം സ്ഫുരിക്കുന്നവനുമായ ഒരു സുഹൃത്തിൻ്റെ തോളിൽ കൈവച്ചിട്ട് സ്ഥിതി ചെയ്യുന്നവനുമായ അങ്ങയെ ആ ബ്രാഹ്മണ ഭഗ്നിമാർ വേണ്ടും വണ്ണം നന്നായി ദർശിച്ചു. തഥാ ചകാജിത്തുഭാഗമോദ്യത ഗൃഹീതഹസ്താദയിതേന യജ്വനാഃ തദൈവ സഞ്ചിന്യ ഭവന്തമഞ്ജസാ വിവേശ കൈവല്യമഹോ കൃതിന്യസൗ. അപ്പോഴാകട്ടെ അങ്ങയുടെ സമീപത്തേക്ക് വരുവാൻ ഉദ്യമിച്ച ഒരു ബ്രാഹ്മണ സ്ത്രീ ഭർത്താവായ യജ്വാവിനാൽ
തടയപ്പെട്ടവളായി. അപ്പോൾ തന്നെ അങ്ങയെ വേണ്ടുന്ന രീതിയിൽ ധ്യാനിച്ചുകൊണ്ട് പെട്ടെന്ന് മോക്ഷത്തെ പ്രാപിച്ചു. അത്ഭുതം തന്നെ. അവൾ കൃതകൃത്യയായ ഭാഗ്യവതി തന്നെ. ആദായ ഭോജ്യാന്യനുഗൃഹ്യതാ പുനഃ ത്വദംഗസംഗസ്പൃഹയോച്ഛതീർഗൃഹം വിലോക്യ യജ്ഞായ വിസർജയന്നിമാഃ ചകർത്തഭർത്തൃനഭിതാ സ്വഗർഹണാൻ. അങ്ങ് ഭക്ഷണ വസ്തുക്കളെ ആദരവോടെ സ്വീകരിച്ച് അവരെ അനുഗ്രഹിച്ചു. പിന്നീട് അങ്ങയുടെ ശരീരസംഘം ആഗ്രഹിച്ച് ഗൃഹത്തെ ഉപേക്ഷിച്ചു വന്നവരാണ് അവരെന്ന് കണ്ടിട്ട് യാഗത്തിനു വേണ്ടി അവരെ തിരിച്ചയച്ചു. അവരുടെ ഭർത്താക്കന്മാരെ അവരിൽ നിന്ദയില്ലാത്തവരാക്കി തീർക്കുകയും ചെയ്തു. നിരൂപ്യദോഷം നിജമംഗനാജനി വിലോക്യ ഭക്തിം ച പുനർവിചാരിഭിഃ പ്രബുദ്ധതത്വൈസ്ത്വമഭിഷ്ടുതോ ദ്വിജൈഃ മരുത്പുരാധീശ നിരുന്തി മേ ഗദാൻ. ശ്രീഹരയേ നമ. ഗോപികാ ജീവനസ്മരണം. ഗോവിന്ദ ഗോവിന്ദ. അനന്തരം നല്ലപോലെ വിചാരം ചെയ്യുന്നവരും യാഗം പൂർത്തിയാക്കുകയും ചെയ്ത ശേഷം കഴിഞ്ഞുപോയ കാര്യത്തെപ്പറ്റി പുനർവിചാരം ചെയ്തവരായിട്ട് യഥാർത്ഥ തത്വം വേണ്ട പോലെ അറിഞ്ഞവരുമായ ആ ബ്രാഹ്മണരാൽ തങ്ങളുടെ തെറ്റിനെ നിരൂപിച്ചും സ്ത്രീകളിലുള്ള കൃഷ്ണഭക്തിയെ കണ്ടറിഞ്ഞിട്ടും അവരാൽ സ്തുതിക്കപ്പെട്ടവനായ അങ്ങ്, അല്ലയോ ഗുരുവായൂരപ്പ, എൻ്റെ രോഗങ്ങളെ തടയണമേ, അല്ലെങ്കിൽ നശിപ്പിക്കണമേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.